വചനമൊഴി ഒക്ടോബർ 29. വചനഭാഗം ഹെബ്രായർ 13:1-6, ലൂക്കായുടെ സുവിശേഷം 17:1-10. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച നൽകുന്നതിനേക്കാൾ കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത്. ശ്രദ്ധിച്ചുകൊള്ളുവിൻ, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അപ്പോൾ ശ്ലീഹന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ വൃക്ഷത്തോട് കടയോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? നിങ്ങൾ ഇങ്ങനെയല്ലേ അവനോട് പറയുക, എനിക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കുക, ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്ത ശേഷം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടപ്പെട്ടത് ചെയ്തേയുള്ളൂ എന്ന് പറയുവിൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന വ്യത്യസ്തമായ ഉപദേശങ്ങളാണ്. ഒന്നാമത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, ഇടർച്ച നൽകുന്നവരായി മാറരുത്. ഇടർച്ച നൽകുന്നവനെ തിരികല്ല് കെട്ടി കടലിൽ എറിയണമെന്നാണ് പറയുന്നത്. ഇടർച്ച അത്രയും ഗൗരവമായൊരു തെറ്റായിട്ടാണ് ഈശോ കാണുന്നത്. രണ്ടാമത് ഈശോ പറയുന്നത് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കണം എന്ന കാര്യമാണ്. തെറ്റ് ചെയ്യുന്നവർ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നാൽ അവനോട് ക്ഷമിക്കണം. 7 പ്രാവശ്യം ക്ഷമിക്കണം, പൂർണ്ണമായ ക്ഷമ നൽകണം എന്നാണ് ഈശോ പറയുന്നത്. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. ക്ഷമ അത് പൂർണ്ണമായി നൽകണമെങ്കിൽ വിശ്വാസത്തോടുകൂടി മാത്രമേ പറ്റുകയുള്ളൂ. മാനുഷികമായി നോക്കുമ്പോൾ പലപ്പോഴും ക്ഷമിക്കാതിരിക്കാൻ പല കാരണങ്ങളും കാണും. എന്നാൽ ദൈവത്തോട് ചേർന്ന്, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ക്ഷമിക്കുവാൻ സാധിക്കുന്നത്. വിശ്വാസത്തിൽ ആഴപ്പെട്ടെങ്കിൽ മാത്രമേ ക്ഷമ സാധ്യമാകൂ എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ച് തങ്ങളുടെ ജീവിത കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഉപദേശവും ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇടർച്ചകൾ നൽകാതെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ, തെറ്റുകളിൽ വീണുപോകുന്നവരോട് ക്ഷമിച്ച് അവരെയും ഈശോയോട് ചേർത്ത് നിർത്തുവാൻ, ജീവിത കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.